വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് ഇന്ന് എക്സാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിസ്റ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ടാണ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഹിസ്റ്ററി കോഡ് നമ്പർ 69/May/4 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെടാം. സിലബസ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരുപാട് പഠിക്കുന്നതിലുപരി ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എത്ര മാർക്ക് വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ സാധിക്കും. സോ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷനും അതുപോലെ തന്നെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വേദിക് ഏജും 6th ചാപ്റ്റർ ആയിട്ടുള്ള പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റും 7th ചാപ്റ്റർ ആയിട്ടുള്ള ദ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് എന്നുള്ള ചാപ്റ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, എക്സാമിന് പഠിക്കേണ്ടത്. സോ അതിന് 20 മാർക്ക് 20 മാർക്കായിരിക്കും നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ടാവുന്നത്. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി മുഗൾ റൂൾ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ എന്നുള്ള 4 ചാപ്റ്റേഴ്സാണ് പിന്നീട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അതിനും നിങ്ങൾക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 20 മാർക്സ് തന്നെയാണ്. ഈ ഒരു ഭാഗത്തു നിന്നും 20 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് 50 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ടിൽ 1857, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, നെക്സ്റ്റ് പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ എന്നുള്ള 3 ചാപ്റ്റേഴ്സ്. ഇതിൽ നിന്നും 15 മാർക്കിന് 15 മാർക്സിനാണ് നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നാഷണലിസം ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള 2 ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റേഴ്സാണ്. വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദി റഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, അതുകൂടാതെ തന്നെ ഇന്റർ വേൾഡ് വാർ പീരിയഡ് ആൻഡ് ദി സെക്കൻഡ് വേൾഡ് വാർ പറഞ്ഞിട്ടുള്ള 2ാമത്തെ ചാപ്റ്റർ, കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ചാപ്റ്റർ, അതുപോലെ ചേഞ്ചസ് ഇൻ 20th സെഞ്ച്വറി എന്ന് പറഞ്ഞിട്ടുള്ള 28th മൊഡ്യൂൾ. ഇതിൽ നിന്നും നമുക്ക് 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്രയാണ്, 15 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് 2 ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ട്, 6A-യും 6B-യും. അതിൽ തന്നെ 6A ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏർലി സ്റ്റേറ്റ്, കൊളോണിയൽ സ്റ്റേറ്റ് ആൻഡ് മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതായിട്ട്. ഇതിനും 15 മാർക്കിന് 15 മാർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത്രയാണ് നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അതുകൂടാതെ തന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. മാക്സിമം നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. കൂടാതെ തന്നെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ ടൈം 3 മണിക്കൂറാണ് നമുക്ക് സമയം ഉണ്ടായിരിക്കുക. 3 hours ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. കൂടാതെ 51 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 51 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം.
നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻ മൊഡ്യൂൾ എയും ഓപ്ഷൻ മൊഡ്യൂൾ 6ബിയും എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓപ്ഷൻ മൊഡ്യൂൾ 6A ആണ്. ഏതാണ്? ഓപ്ഷൻ മൊഡ്യൂൾ 6A ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന പാർട്ടായിട്ട് 2 ഭാഗങ്ങളായിട്ട് ഇൻസ്ട്രക്ഷൻസ് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് തിരിച്ചിട്ടുണ്ടാവും. അത് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ 1 to 20 മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോവാം. കാരണം എന്താ? തെറ്റിയാലും എന്തില്ല, പ്രശ്നം ഇല്ല. നമുക്ക് ഒന്നും അറിയാതെ നമ്മൾ ഒരു അഥവാ ലക്കിന് നമുക്ക് എങ്ങാനും ക്ലിയർ ആയാലോ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്ത് എഴുതണം? ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എന്താണ്, ബൈ ചാൻസ് മേ ബി നിങ്ങൾക്ക് അത് റെഡിയാവാം. സോ നിങ്ങൾക്ക് എന്തുണ്ട്? 1 to 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 21 to 35 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനും എത്രയാണ്? 1 മാർക്ക് തന്നെയാണ്. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 36 മുതൽ 41 വരെയാണ്. അത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് ഉണ്ടായിരിക്കാം 30 to 50 വേർഡ്സ് നമ്മൾ ആൻസർ ചെയ്യണം. നെക്സ്റ്റ് 42 to 47 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നമുക്ക് 50 to 80 വേർഡ്സ് ആണ്. അത് നമുക്ക് 3 മാർക്കായിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് 48 to 50 ആണ്. അതാണ് നമ്മുടെ എസ്സേ ഭാഗം എന്ന് പറയുന്നത്. എസ്സേ പാർട്ട് എന്ന് പറയുന്നത് 48 മുതൽ 50 വരെ ഉള്ളതാണ്. സോ അതിന് 80 മുതൽ 120 വേർഡ്സ് വരെ നിങ്ങൾ എഴുതണം. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്നത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക? ആ എസ്സേയിൽ നിങ്ങൾ എഴുതി വെക്കണം. ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മാക്സിമം ആൻസർ വലുതാക്കി എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വലുതാക്കണം എന്നല്ല പറഞ്ഞത്. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതാൻ ശ്രമിക്കണം. കൂടുതൽ പേപ്പർ യൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ 51 ക്വസ്റ്റ്യന് അല്ലെങ്കിൽ 51ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് തരും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാപ്പിൽ അടയാളപ്പെടുത്തണം. സോ മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ്. ക്ലിയർ? സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which one of the following was the center of education for Mahayana Buddhism during ancient India? ആൻഷ്യൻ്റ് ഇന്ത്യയിൽ മഹായാന ബുദ്ധിസത്തിൻ്റെ സെൻറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ആൻഷ്യൻ്റ് ഇന്ത്യ ഭാഗത്ത് നിന്നാണ്. കൂടാതെ ബുദ്ധിസം എന്നുള്ള ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബുദ്ധിസം, ജൈനിസം എന്നുള്ളത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ബുദ്ധിസം ആര് ഫൗണ്ട് ചെയ്തു, ജൈനിസം ആര് ഫൗണ്ട് ചെയ്തു, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളിടത്തോളം കാലം നിങ്ങളത് മറക്കാൻ, അതും സ്കിപ്പ് ചെയ്യാൻ പാടുള്ള ഭാഗങ്ങളല്ല. സോ ഏതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഏതാണ്? നളന്ദ. അതായത് എ ആണ്. എ ഓപ്ഷൻ നളന്ദ, ബി കനൗജ്, സി വദാബി, ഡി കാഞ്ചി എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നളന്ദയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ്സ് പറയണം. ആരാണ് ബുദ്ധിസം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആരാണ് ബുദ്ധിസം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഗൗതമ ബുദ്ധ. യെസ്, അതെ, ഗൗതമ ബുദ്ധയാണ് എന്ത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ബുദ്ധിസം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൈനിസം ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? യെസ്, വർത്തമാന മഹാവീരനാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസം എന്തായിട്ടുണ്ടായിരുന്നു? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരുടെ സമയത്താണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ. അതായത് 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് കുഷാന റൂളറായിട്ടുള്ള കനിഷ്കന്റെ സമയത്താണ്. കനിഷ്കന്റെ സമയത്താണ് മഹായാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടും ഹീനയാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടും ബുദ്ധിസം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഏതാണ് മഹായാന ബുദ്ധിസത്തിന്റെ സെന്റർ എന്നാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് എന്ത് പ്രതീക്ഷിക്കാം? ആരുടെ സമയത്ത് മഹായാന ബുദ്ധിസം ഹീനയാന ബുദ്ധിസം സ്പ്ലിറ്റ് ആയി എന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ഏത് ബുദ്ധിസ്റ്റ് കൗൺസിൽ, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു വാസ് ദി Chinese Buddhist pilgrim who visited Western India during the reign of Chandragupta II? അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? ചന്ദ്രഗുപ്ത ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഗുപ്ത പീരീഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗുപ്താസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബുദ്ധിസ്റ്റ് പിൽഗ്രിമായിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് പിൽഗ്രിമിൽ ഏത് ചൈനീസ് ട്രാവലറാണ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതും ആരുടെ പീരീഡിൽ? ചന്ദ്രഗുപ്ത സെക്കൻഡ്, ചന്ദ്രഗുപ്ത ടുവിൻ്റെ പീരീഡിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഫാഹിയാൻ എന്നാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ബി ഓപ്ഷൻ വന്നിട്ടുള്ളത് ഹുവാൻസാങ് ആണ്. സി ഓപ്ഷൻ വന്നിട്ടുള്ളത് ഐസിങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഡി ഓപ്ഷൻ വന്നിട്ടുള്ളത് മാർക്കോ പോളോ ആണ്. ഏതാണ്? ഡെഫിനറ്റ്ലി ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ആൻസർ ഫാഹിയാനാണ്. അതായത് ഫാഹിയാനാണ് ആരുടെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്? ചന്ദ്രഗുപ്ത ടു എന്ന് പറഞ്ഞിട്ടുള്ള ഗുപ്ത റൂളറിന്റെ പീരിയഡിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളതും ബുദ്ധിസ്റ്റ് പിൽഗ്രിം വിസിറ്റ് ചെയ്തിട്ടുള്ളതും. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഗുപ്ത റൂളേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുപ്ത റൂളേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പീരീഡ് നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. വി ക്യാൻ എക്സ്പെക്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. നമുക്ക് ഇവിടുന്ന് എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ ഗുപ്ത ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? എസ്സേ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ചേഞ്ചായി വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പാറ്റേണിൽ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഗുപ്ത പീരിയഡിൽ നിന്നും നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഗുപ്ത പീരിയഡ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ആരൊക്കെയാണ് മെയിനായിട്ടുള്ള ഗുപ്ത റൂളേഴ്സ്? ആരാണ് ഗുപ്ത ഡൈനാസി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ചന്ദ്രഗുപ്തനാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് ആരാണ്? സമുദ്രഗുപ്തനാണ്. അത് കഴിഞ്ഞ് ചന്ദ്രഗുപ്ത ടു ഉണ്ട്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. സമുദ്രഗുപ്തൻ്റെ പീരീഡിൽ നടന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരും. കൂടാതെ ഫോറിൻ ട്രാവലേഴ്സ് വിസിറ്റ് ചെയ്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹുവാൻസാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്ത് ഇവിടെ വന്നത് ആരുടെ ടൈമിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ആരുടെ സമയത്താണ് ഹുവാൻസാങ് വന്നിട്ടുള്ളത്? ഹർഷവർദ്ധനന്റെ ടൈമിലാണ്. ആരുടെ ടൈമിലാണ്? ഹർഷവർദ്ധന എന്ന് പറഞ്ഞിട്ടുള്ള വർദ്ധന ഡൈനാസ്റ്റിയിലെ റൂളറിന്റെ പീരിയഡിലാണ് ആര് വന്നിട്ടുള്ളത്? ഹുവാൻസാങ് വന്നിട്ടുള്ളത്. സോ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following correctly shows the 4 ashramas of life as mentioned in Indian tradition? അതായത് ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? വേദിക് പീരിയഡിൽ നിന്നാണ്. വേദിക് പീരിയഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേദിക് പീരിയഡിൽ നിന്നും ഒരുപാട് വൺ വേർഡ് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേംസ് ഒക്കെ ഇഷ്ടം പോലെ ടേംസ് എന്തുണ്ട് ഈ ഒരു നമ്മുടെ ബുക്കിൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് 4 ആശ്രമാസ് ഓഫ് ലൈഫ്. അതായത് 4 ആശ്രമാസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 സ്റ്റേജസ് ഓഫ് ലൈഫ്. ഒരു ആളുടെ ജീവിതത്തിന് 4 സ്റ്റേജസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എ കൊടുത്തിട്ടുള്ളത് ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ് എന്നുള്ളതാണ്. അതാണോ ആൻസർ? നെക്സ്റ്റ് ബി ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ ആൻഡ് സന്യാസ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലൈഫ്, വർക്ക് ലൈഫ്, റിട്ടയർമെന്റ്, സ്പിരിച്വൽ ലൈഫ് എന്നുള്ളതാണ്. ഡി ഓപ്ഷൻ ബർത്ത്, ഗ്രോത്ത്, ഡിക്ലൈന്, ഡെത്ത്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിലേതാണ് ആൻസർ?
അഫ്കോഴ്സ് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് എന്ത് എന്ന് പറയുന്നത്? 4 ആശ്രമാസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഓഫ് ലൈഫ്. ഒരാളുടെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ബ്രഹ്മചര്യ? നിങ്ങളത് മറക്കരുത്. കാരണം ഈ 4 സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്താ എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ബ്രഹ്മചര്യ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രഹ്മചര്യ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലൈഫാണ്. നെക്സ്റ്റ് ഗൃഹസ്ഥ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡർ ലൈഫാണ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ബ്രഹ്മചര്യ എന്ന് പറയുന്നു. അല്ലാതെ ബാച്ചിലർ ലൈഫിനെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ബ്രഹ്മചര്യ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലൈഫാണ്. കൂടാതെ ഗൃഹസ്ഥ എന്ന് പറയുന്നത്, ഗൃഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആലോചിച്ച് വെക്കാവുന്നതാണ്. ഗൃഹം നമ്മൾ വീട് എന്ന് പറയും. അപ്പോൾ ഗൃഹസ്ഥ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വാനപ്രസ്ഥ എന്ന് പറയുന്നത്, വാനപ്രസ്ഥം വാനം അല്ലെങ്കിൽ വനം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. വനം എന്ന് പറയുന്നതാണ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് ലൈഫാണ്. അവരെന്ത് ചെയ്യാണ്? ഗൃഹസ്ഥ എന്നുള്ളൊരു പീരീഡ്, ഹൗസ് ഹോൾഡ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അവർ എങ്ങോട്ട് പോവുകയാണ്? ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ലൈഫാണ് എന്തെന്നുള്ളത് വാനപ്രസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ലാസ്റ്റ് 4 സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സന്യാസയാണ്. സന്യാസ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാച്ചിലർ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. സന്യാസ എന്ന് പറയുന്നത് എന്താണ്? ബാച്ചിലർ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് എന്ത് എന്ന് പറയുന്നത്? 4 സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വേദിക് പീരീഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. വേദിക് പീരീഡിൽ നിന്ന് നമുക്ക് ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏരിയാസ് നിങ്ങളുടെ ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഒരുപാട് കോണ്ടന്റ് ഉള്ള ഒരു ബുക്കാണ് നമുക്ക് ഉള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരുപാട് കോണ്ടന്റ് ഉള്ള ബുക്കിൽ നിന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത്, എക്സാമിന് പഠിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ ഹിസ്റ്ററി എന്നുള്ളൊരു സബ്ജക്റ്റ് കൂടി ആയതുകൊണ്ട് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം എന്താ? നമുക്ക് പെട്ടെന്ന് മുന്നേ പഠിച്ചു വെച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. അതല്ല, പെട്ടെന്ന് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് മരുന്ന് കഴിക്കുന്ന പോലെ വിഴുങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്ത് വെച്ച് ആ ഭാഗം നിങ്ങൾ എഫക്റ്റീവായിട്ട് തന്നെ നന്നായിട്ട് പഠിക്കണം. പഠിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4th ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്ട് ലോ ഓഫ് ദി ശരിയത്ത് ഡ്യൂറിങ് ദി ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ശരിയത്ത് നിയമങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഡൽഹി സുൽത്താനേറ്റിൽ. അപ്പോൾ ശരിയത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഭരണം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന നിയമങ്ങളാണ് ശരിയത്ത് ലോസ് എന്ന് പറയുന്നത്. എങ്ങനെ ഭരിക്കണം, ഒരു റൂളർ എങ്ങനെ ഭരിക്കണം, ആ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അവിടുത്തെ ആളുകൾക്ക് എന്തൊക്കെ കിട്ടണം എന്നുള്ളതൊക്കെയാണ് ശരിയത്ത് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരിയത്ത് ലോയും അതാരാണ് എന്തിന് റെസ്പോൺസിബിൾ, അതാര് പ്രൊട്ടക്ട് ചെയ്യണം, അതാര് നോക്കിക്കൊണ്ടെടുക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ്? നമുക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സദർ സദർ എന്നുള്ളതാണ്. പിന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മിർ സമാൻ എന്നുള്ളതാണ്. സി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഷിഖ്ദാർ ആണ്. ഡി ഓപ്ഷൻ അമീലാണ്. അപ്പോൾ നമുക്ക് ഏതാണ്? സദർ സദർ. എന്താണ്? സദർ സദർ എന്നുള്ളതാണ് എന്ത് വരുന്നത്? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഓഫ് ശരിയത്ത്, ശരിയത്ത് നിയമങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സദർ സദറാണ്. നിങ്ങൾ മറന്നു പോകരുത്. റിലീജിയസ് ആയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലാണ് എന്നുണ്ടെങ്കിലും മുഗൾ കാലഘട്ടത്തിലാണ് എന്നുണ്ടെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരാണ്? നമ്മുടെ സദർ സദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡായിരിക്കും. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മിർ സമാൻ എന്ന് പറയുന്നത് ആരാണ്? ഇൻചാർജ് ഓഫ് റോയൽ സ്റ്റോഴ്സ്. റോയൽ സ്റ്റോഴ്സ് നോക്കി നടത്തിയിട്ടുള്ളത് ആളാണ് ആര് എന്ന് പറയുന്നത്? നെക്സ്റ്റ് മിർ സമാൻ എന്ന് പറയുന്നത്. പിന്നെ ഷിഖ്ദാർ ലോ ആൻഡ് ഓർഡർ ഓഫീസറാണ്. ഷിഖ്ദാർ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോ ആൻഡ് ഓർഡർ ഓഫീസർ ആണ് ആര് എന്ന് പറയുന്നത്? ഷിഖ്ദാർ എന്ന് പറയുന്നത്. അമീൽ എന്ന് പറയുന്നത് ആരാണ്? റവന്യൂ ഓഫീസർ. റവന്യൂ ഓഫീസറിനെ അമീൽ എന്ന് പറയും. ഈ റവന്യൂ ഓഫീസേഴ്സിന് വേറെ പേരൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓരോ ടേംസും അതും അവരുടെ ഹെഡും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഏത് ഭാഗത്ത് നിന്ന്? ഡൽഹി സുൽത്താനേറ്റിൽ നിന്നായാലും മുഗൾ പീരീഡിൽ നിന്നായാലും. ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. With the help of the following information, identify the administrators of the Mughal Empire. ഈ പറയുന്ന ഇൻഫോർമേഷൻസ് വെച്ച് ഒരു 3 ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ആരാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആരാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സോ ഫസ്റ്റ് റവന്യൂ കളക്ടർ. എന്താണ് പറയുന്നത്? റവന്യൂ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നികുതി പിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റവന്യൂ കളക്ടർ നികുതി പിരിക്കുന്ന ആള്. മെയിൻറ്റെയിൻ ഓൾ അക്കൗണ്ട്സ്, കണക്കും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നികുതി പിരിക്കുന്നുണ്ട്, കണക്കും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. ഡെയിലി റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അതായത് ഒരു അക്കൗണ്ടിങ്, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാരാണ്? ഇതേത് ഓഫീസറാണ്? ഏത് പീരീഡിലാണ്? മുഗൾ പീരീഡിലാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഏതായിരുന്നു? റിലീജിയസ് ഹെഡ് ആയിരുന്നു. എവിടെ? സുൽത്താനേറ്റിലെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? മുഗൾ പീരീഡിൽ. മുഗൾ പീരീഡിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റവന്യൂ കളക്ടർ ആണ്, അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ആൻസർ ബി ആണ്, അമൽ ഗുസാർ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. സോ നെക്സ്റ്റ് മുക്കദ്ദം എന്ന് പറയുന്നുള്ള ഓപ്ഷൻ അതാരാണ്? വില്ലേജ് ഹെഡ്മാൻ ആണ്. മുക്കദ്ദം എന്ന് പറയുന്നുള്ളത് വില്ലേജ് ഹെഡ്മാൻ ആണ്. മുസ്താദി എന്ന് പറയുന്നത് റവന്യൂ ഓഫീസർ ആണ്. റവന്യൂ കളക്ടർ അല്ല, റവന്യൂ ഓഫീസർ ആണ്. കിലാദാർ എന്ന് പറയുന്നത് ഫോർട്ട് കമാൻഡർ ആണ്. അതായത് ഫോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? കിലാദാർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 69/4 എന്ന് പറയുന്ന സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. സോ താങ്ക് യു.